ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയുടെ നാളത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അതിനു മുമ്പ് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാ ദിവസവും പുതുപുത്തൻ വിശേഷങ്ങളുമായിട്ട് എത്തുന്നതായിരിക്കും. അങ്ങനെ നാളത്തെ വിശേഷത്തിൽ സുഭാഷ് സുനന്ദയുടെ കഴുത്തിൽ താലി ചാർത്തുകയാട്ടോ. അങ്ങനെ ചാർത്തുന്ന സമയത്ത് സുധീഷും ഹരീഷും നികേഷും തങ്ങൾ വായി കൊണ്ട് കുരവിയിടുന്ന ഒരു രസകരമാകുന്ന നിമിഷമുണ്ട്. എല്ലാവരും സുഭാഷ് ഏട്ടൻ്റെ ആ വിവാഹം ആഘോഷമാക്കുവാൻ ശ്രമിക്കുകയാണ്. കാരണം രാത്രിയാണെങ്കിലും ഔപചാരികമായിട്ട് സംഭവിക്കുന്നതാണെങ്കിലും അത് അവർക്ക് മനസ്സിന് ഒരുപാട് സന്തോഷം ഉണ്ടാകുന്നുണ്ട് കേട്ടോ. കാലങ്ങളായിട്ട് സുഭാഷ് ഏട്ടൻ്റെ വിവാഹം പലതും മുടങ്ങി പോകുമ്പോൾ ഒടുവിൽ സുനന്ദയുമായിട്ട് വിവാഹം അമ്പലത്തിൽ വെച്ച് നടത്തുവാൻ ശ്രമിച്ചു. ഒടുവിൽ അതും നടക്കാതെ വന്ന് അവസാന നിമിഷത്തിൽ സുനന്ദയ്ക്ക് സുഭാഷ് ഏട്ടൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി വന്നതാണ് എന്ന് തൻ്റെ അനിയന്മാരെല്ലാം, സുഭാഷിൻ്റെ അനിയന്മാരെല്ലാം മനസ്സുകൊണ്ട് അറിയുകയും അങ്ങനെ ആ ആഘോഷം അല്ലെങ്കിൽ ആ വിവാഹം ആഘോഷമാക്കുവാനും ശ്രമിക്കുന്ന സമയത്ത് നിധിയുടെ മുഖത്തും ഒരു പ്രസാദമുണ്ട്. കാരണം സുഭാഷ് ഏട്ടൻ്റെ വിവാഹം അതിനുശേഷം വേണം തനിക്ക് ആ പടിയിറങ്ങുവാൻ. അങ്ങനെയും ഒരു കാര്യമുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും സന്തോഷം കൊണ്ട് നിൽക്കുന്നു. അതിലുപരി സുനന്ദ ഇതുവരെയും പൊട്ടിക്കരഞ്ഞ് മുഖമൊക്കെ വീർത്ത് നിന്ന സുനന്ദയുടെ മുഖം പ്രകാശശോഭിതമായി നിൽക്കുന്നത് കാണാം. താൻ ആഗ്രഹിച്ച തൻ്റെ സുഭാഷ് ഏട്ടനെ തനിക്ക് കിട്ടുകയാണ്. അങ്ങനെ താലി ചാർത്തുവാൻ സുഭാഷ് സുനന്ദയുടെ കഴുത്തിലേക്ക് താലി ചാർത്തുന്ന സമയത്ത് പുറത്ത് വാതിൽ ആരോ ചവിട്ടുന്ന ശബ്ദം കേൾക്കാം, അല്ലെങ്കിൽ തല്ലുന്ന ശബ്ദം കേൾക്കാട്ടോ. എല്ലാവരും പെട്ടെന്ന് ആ താലി ചാർത്തുന്ന മുമ്പ് തന്നെ അങ്ങോട്ട് ആ ഒച്ചപ്പാട് കേൾക്കുന്നിടത്തേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ച അവരെ ഞെട്ടിക്കുന്ന കാഴ്ച തന്നെയായിരുന്നു. വേറെ ആരുമല്ല, സുനന്ദയുടെ അച്ഛനും അമ്മയും വാതിലും തല്ലിപ്പൊളിച്ച് അകത്തേക്ക് വരുന്നു. ഇവരെങ്ങനെയാണോ ഞെട്ടിയത് അതേ ഞെട്ടലോടുകൂടി, അല്ലെങ്കിൽ സുഭാഷും സുനന്ദയും ഹരീഷും നിധിയുമൊക്കെ ഞെട്ടിപ്പോവുകയാണ് ഇവരെ കണ്ടപ്പോട്ടോ. ആകെ പ്രശ്നമായി. ഇതേ സമയത്ത് എങ്ങനെയാണോ ഈ കുടുംബത്തിലുള്ളവർ അല്ലെങ്കിൽ സുഭാഷിന്റെ വീട്ടുകാരൻ ഞെട്ടിയത് അതേ രീതിയിൽ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്ന സുനന്ദയുടെ അച്ഛനെ അമ്മയെ കാണാട്ടോ. കാരണം നാളെ നടക്കുവാൻ പോകുന്നത് സുനന്ദയുടെ വിവാഹമാണ്. വിവാഹത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. ആളുകൾ എത്തി, ബന്ധുക്കാരെത്തി, അതുപോലെ ആഹാര സാധനങ്ങളെല്ലാം റെഡിയായി, പന്തലുകളെല്ലാം റെഡിയായി, ആഘോഷങ്ങളും പാട്ടും മേളവുമായിട്ട് തൻ്റെ വീട് ഒരുങ്ങി നിൽക്കുമ്പോൾ സുനന്ദ മറ്റൊരാളെ വിവാഹം ചെയ്യുന്ന കാഴ്ച ഒരപ്പനും അമ്മയ്ക്കും താങ്ങുവാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. വേഗത്തിൽ തരിച്ചു നിന്ന സുനന്ദയുടെ അമ്മ ഓടി വന്ന് സുനന്ദയുടെ അടുക്കലേക്ക് ചെന്ന് സുനന്ദ വലിച്ചങ്ങ് മാറ്റുവാട്ടോ. വലിച്ചു മാറ്റി, നീ എന്താണ് ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ദേഷ്യഭാവത്തിൽ തന്നെയാണ് സുനന്ദയുടെ അമ്മയോട്ടോ. അപ്പോൾ പെട്ടെന്ന് സുനന്ദ ബലം പിടിച്ച് തൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് തൻ്റെ കൈ വിടിയിപ്പിക്കുകയും സുനന്ദയുടെ അമ്മ പറയാണ്, ബാബു നമ്മളെ പോകാം, നീ എന്തിനാണ് ഈ രാത്രി ഇവൻ്റെ അടുക്കിലേക്ക് വന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പം സുനന്ദയുടെ മറുപടി സുനന്ദയുടെ അമ്മയെ ഞെട്ടിക്കുന്നതായിരുന്നു. ഇല്ലമ്മേ, ഞാൻ വരില്ല, എനിക്ക് സുഭാഷ് ഏട്ടനില്ലാതെ പറ്റില്ല. നാളെ നടക്കുന്ന കല്യാണം എനിക്ക് താല്പര്യമില്ല. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാമേ എനിക്ക് ആ കല്യാണം വേണ്ടെന്ന്, അതുകൊണ്ട് ഞാൻ വരില്ല എന്ന് പറയാണ്. ഇത് കേട്ട് തരിച്ചു നിൽക്കുന്ന സുനന്ദയുടെ അമ്മയും അച്ഛനും പെട്ടെന്ന് പറയാണ്, മോളെ നീ എന്താണ് ഈ പറയുന്നത്? നാളെ നിന്റെ കല്യാണമാ, വീട്ടിലെല്ലാവരും വന്നിരിക്കുക, നീ പെട്ടെന്ന് വാ, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാതെ എന്ന് പറഞ്ഞ് സുനന്ദയെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുമോ. അങ്ങനെ വന്നപ്പോൾ തന്നെ സുനന്ദയ്ക്കിട്ട് അടി കൊടുക്കുന്നുണ്ട് കേട്ടോ സുനന്ദയുടെ അമ്മ. അങ്ങനെ വരാൻ പറയേ, ഇല്ല ഞാൻ വരില്ല, എനിക്ക് വരാൻ പറ്റില്ല, എനിക്ക് സുഭാഷ് ഏട്ടനില്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞ് സുനന്ദയുടെ അമ്മയുടെ കൈ പിടിച്ച് സുഭാഷിനോട് ചേർന്ന് നിൽക്കുന്ന സുനന്ദയെ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാം കേട്ടോ. ഈ സമയത്ത് പെട്ടെന്ന് ദേഷ്യം മൊത്തം അടക്കി വെച്ചിരുന്ന സുനന്ദയുടെ അച്ഛൻ വേഗത്തിന് മുൻപോട്ട് വന്ന് സുഭാഷിന്റെ ചെവിക്കൽ തീർത്ത് ഒരൊറ്റ അടിയടിക്കുകയുള്ളൂ. പെട്ടെന്ന് സുഭാഷിന് എന്ത് ചെയ്യണമെന്നറിയത്തില്ല. സ്തംഭിച്ചു നിൽക്കുന്ന സുഭാഷിന് ആ അടി തടയുവാനോ അടിയിൽ നിന്ന് മാറിക്കൊടുക്കുവാനോ സുഭാഷിന് കഴിഞ്ഞില്ല. വീണ്ടും സുഭാഷിന്റെ മുഖത്തിന് നോക്കി അടിക്കുമ്പോൾ സുധീഷ് ആ അടി തടയുകയും സുനന്ദയുടെ അച്ഛനെ തള്ളി പുറത്തേക്ക് ഇടുകയും ചെയ്യുക, അല്ലെങ്കിൽ നിലത്തേക്ക് ഇടുകയും ചെയ്യുക. പെട്ടെന്ന് സുനന്ദയുടെ അച്ഛൻ വീണ് പോയിട്ടോ. ഈ വീണ്ടും സുഭാഷ് അടിക്കുവാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മുടെ ഭാസ്കരൻ പറയുന്നുണ്ട്, അവനെ അടിക്കട എന്ന് പറയുന്നൊരു ഭാഗമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ആവേശം കൊടുക്കുന്ന ഭാസ്കരനും അങ്ങനെ അടിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന സുധീഷിനെയുമാണ് കാണുന്നത്. അപ്പോഴും സുഭാഷ് ചലനം ഇല്ലാതെ നിൽക്കുന്ന ഒരു ഭാഗമാണ്. എല്ലാം ഒരു സ്വപ്നം പോലെ കണ്ടു നിൽക്കുവാൻ മാത്രം കഴിയുന്ന സുഭാഷിനെയാണ് കാണുന്നത്. അങ്ങനെ ഈ സമയത്ത് പെട്ടെന്ന് നിധി വരികയും നിർത്താൻ പറയാം, എന്താണ് നിങ്ങൾ കാണിക്കുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ പെട്ടെന്ന് സുധീഷ് ആ സുനന്ദയുടെ അച്ഛനെ അടിക്കുവാനുള്ള ശ്രമത്തിൽ നിന്ന് പിൻവാങ്ങുകയും, നിങ്ങൾ എന്താ സുധീഷ് കാണിക്കുന്നത് എന്ന് ഒന്നും മിണ്ടാതെ നിൽക്കാൻ പറയാണ്. ഈ സമയത്ത് സുനന്ദയുടെ അമ്മ പറയാണ്, ഇനി മോളെ നീ എന്താണ് ഈ കാണിക്കുന്നത്, വാ നമുക്ക് പോകാം,
നീ എന്താണ് ഈ നിനക്ക് വേണ്ടി നിന്റെ അച്ഛൻ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട്, അന്യനാട്ടിൽ പോയി നിന്റെ ജീവിതത്തിന് വേണ്ടിയല്ലേ മോളെ നിന്റെ അച്ഛൻ കഷ്ടപ്പെട്ടത്. എന്നിട്ടിപ്പോൾ മറ്റുള്ളവൻ്റെ അടിയും കൊണ്ട് കിടക്കുന്ന കാഴ്ച നിനക്ക് എങ്ങനെ കാണാൻ പറ്റുന്നത് എന്നൊക്കെ ചോദിക്കുക കേട്ടോ. ഈ സമയത്ത് സുനന്ദ അമ്പരിമ്പിലിനും അടുക്കാതെ എനിക്ക് സുഭാഷേട്ടനില്ലാതെ പറ്റില്ലമ്മേ എന്ന് പറഞ്ഞ് ഞാൻ വരില്ല എന്ന് പറഞ്ഞ് സുനന്ദ നിൽക്കുകയും ഒടുവിൽ വാക്ക് തർക്കങ്ങൾ വീണ്ടും കൂടി വരുന്ന സമയത്ത് നിധി പറയാണ്, എല്ലാവരും ഒന്ന് മിണ്ടാന്നേക്ക്, ഇത് നമുക്ക് സംസാരിച്ച് തീർക്കാം, എന്താ വിഷയമെന്ന് നമുക്ക് സംസാരിച്ച് തീർക്കാമെന്ന് പറയാണ്. അപ്പോൾ സുനന്ദയുടെ അമ്മ നേരെ നിധിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയാം, എന്ത് സംസാരിക്കാനാണ്, എൻ്റെ മോളെ ഇവനെ കെട്ടിച്ചു കൊടുക്കാനോ, അതിന് ഇവൻ എന്ത് യോഗ്യതയാണുള്ളത് എന്ന് ചോദിക്കുക. അപ്പോൾ പെട്ടെന്ന് അതിനോടൊപ്പം തന്നെ പറയുന്നുണ്ട്, ഇതിനെല്ലാം കാരണക്കാരി നീയായിരിക്കുമല്ലേ എന്ന് ചോദിക്കുക. ഈ നാടകത്തിൻ്റെ എല്ലാം കാരണക്കാരി നീയായിരിക്കുമല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ നിധി ഒന്ന് പമ്മുന്നുള്ളൂ കേട്ടോ. അപ്പോൾ പറയാണ്, നീയും പോലീസ് സ്റ്റേഷൻ വഴിയാണല്ലോ അല്ലെങ്കിൽ പ്രണയിച്ചാണല്ലോ കല്യാണം കഴിച്ചത്, അതുപോലെ എൻ്റെ കൊച്ചിനെയും ഇവൻ്റെ തലയിൽ കെട്ടിവെക്കാൻ, എൻ്റെ കൊച്ചിനെയും ഇവനെ കൊണ്ട് കെട്ടിക്കാനായിരിക്കും നിൻ്റെ പ്ലാൻ എന്നൊക്കെ പറഞ്ഞ് നിധിയെ അപമാനിക്കുന്ന സമയത്ത് സുധീഷ് ഇടപെടുക കേട്ടോ. നിധിയെ അങ്ങനെ പറഞ്ഞത് സുധീഷിന് ഇഷ്ടപ്പെടാതെ വരികയും, അതെ നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യം പറയരുത് എന്ന് പറയുകയാണ്. അപ്പോൾ പറയാണ്, ആ സമയത്ത് നിധി ആ കാര്യങ്ങളിലെല്ലാം വിട്ട് സുനന്ദയെ വീണ്ടും തൻ്റെ അമ്മ വലിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുന്ന സമയത്ത്, ഇല്ലമ്മേ ഞാൻ വരില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമ്മുടെ സുനന്ദ തൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കാൽക്കൽ വീഴുക കേട്ടോ. ആ സമയത്ത് പെട്ടെന്ന് സുനന്ദയുടെ അച്ഛൻ സുനന്ദയ്ക്കിട്ട് ഒരൊറ്റ അടി ചെവിക്കലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് വീണ്ടും ആവർത്തിച്ചടിക്കാൻ ശ്രമിക്കുമ്പോൾ സുധീഷും ഹരീഷും കയറി തടയുകയും ഇനി അവളെ തുടരുതെന്ന് പറയുകയാണ്. അവർക്കിഷ്ടമാണെങ്കിൽ അവർ കല്യാണം കഴിക്കട്ടെ എന്ന് സംസാരിക്കുക. അങ്ങനെ ആകെ വാക്ക് തർക്കവും ഒടുവിൽ സുനന്ദ വരില്ല എന്ന് അവർ സുനന്ദയുടെ അച്ഛനും അമ്മയും അവർക്ക് മനസ്സിലായിട്ടോ. ഈ സമയത്ത് പെട്ടെന്ന് സുനന്ദയുടെ അമ്മ പറയാണ്, ചേട്ടാ പോലീസിനെ വിളിക്കാം, നമുക്ക് പോലീസിനെ വിളിച്ച് ഇവൻ എൻ്റെ മോളെ തട്ടിക്കൊണ്ട് പോയതാണ് എന്ന് വിളിച്ച് പറയാം. അപ്പോൾ സുധീഷ് പറയാണ്, നിങ്ങൾ കൊണ്ട് പരാതി കൊടുക്കുക, പോലീസ് വരട്ടെ, അന്നേരം ബാക്കി നമുക്ക് തീരുമാനിക്കാം. നിങ്ങൾ ഒരു പ്രാവശ്യം പോലീസിനെ വിളിച്ച് നിങ്ങൾ ആവശ്യത്തിന് കേട്ടതല്ലേ, ഇതിൻ്റെ ബാക്കി ഞങ്ങളും പറഞ്ഞോളാം എന്ന് പറയുകയാണ്. അപ്പം നിധി പറയുന്നുണ്ട്, പോലീസ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. സുനന്ദ പറയും, അവളുടെ ഇഷ്ടപ്രകാരമല്ല നിങ്ങൾ വിവാഹം കഴിപ്പിക്കാൻ ശ്രമിച്ചത്, സുഭാഷേട്ടൻ്റെ കൂടെ നിങ്ങളുടെ മോളെ പറഞ്ഞു വിടേണ്ടി വരുമെന്ന് പറയുകയാണ്. അപ്പോഴൊന്ന് സുനന്ദയുടെ അമ്മയൊന്ന് ഞെടുക്കുന്നു, സുനന്ദയുടെ അമ്മയും അച്ഛനും ഒന്നും ഞെട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒടുവിൽ വീണ്ടും ആവർത്തിച്ച് സുനന്ദയോട് വരാൻ പറഞ്ഞിട്ടും വരാതെ വന്നപ്പോൾ ഇനി കളി കൈവിട്ടു പോയി എന്ന് മനസ്സിലാക്കിയ സുനന്ദയുടെ അച്ഛനും അമ്മയും സുഭാഷിനോടായിട്ട് പറയാണ്, മോനെ നീ എന്താണ് എന്നെ ചതിക്കുന്നത്, എൻ്റെ ജീവിതം എൻ്റെ കൊച്ചിനും മോൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇതുപോലെ കഷ്ടപ്പെട്ടത്, നാളെ നടക്കുന്ന വിവാഹത്തിൽ എൻ്റെ മോളുടെ കല്യാണം നടന്നില്ലെങ്കിൽ ഞങ്ങൾ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ, നിന്നോട് എനിക്ക് അല്പം സംസാരിക്കണമെന്ന് പറയുകയും അങ്ങനെ സുഭാഷിനെയും വിളിച്ചുകൊണ്ട് റൂമിൻ്റെ അകത്തേക്ക് പോകാൻ ശ്രമിക്കുന്ന സമയത്ത് സുധീഷും ഹരീഷും ഒക്കെ പറയുന്നുണ്ട്, സുഭാഷേട്ടാ പോകല്ല്, അവർ പറയുന്ന ഒരു വാക്കുകളും കേൾക്കല്, സുഭാഷേട്ടൻ ഇപ്പം സുനന്ദയുടെ കഴുത്തിൽ താലി കെട്ടാൻ പറയുകയാണ്. അപ്പോൾ നിധി പറയാണ്, വേണ്ട ഹരീഷ് മിണ്ടാതിരിക്കുക, സുഭാഷ് ഏട്ടൻ സംസാരിക്കട്ടെ എന്ന് പറയാണ്. അങ്ങനെ സുഭാഷും സുനന്ദയുടെ അച്ഛനും അകത്ത മുറിയിൽ ചെല്ലുകയും ചെന്നുടൻ തന്നെ സുനന്ദയുടെ അച്ഛൻ സുഭാഷിൻ്റെ കാൽക്കൽ വീണ് പൊട്ടിക്കരയുകയാണ് കേട്ടോ. പൊട്ടിക്കരഞ്ഞിട്ട് പറയാണ്, എന്നെ ചതിക്കരുത്, എൻ്റെ മോളെ എൻ്റെ കൂടെ പറഞ്ഞു വിടണം, നാളെ നടക്കുവാൻ പോകുന്ന കല്യാണം നടന്നില്ലെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരിക്കില്ല എന്ന് പറയുകയും, നീ എൻ്റെ അനന്തരവനല്ലടാ, എന്നിട്ടും നീ എന്നെ ചതിക്കില്ലടാ എന്ന് പറഞ്ഞ് സുഭാഷിൻ്റെ കാലിൽ വീഴുകയും ഈ സമയത്ത് തന്നെ സുനന്ദയുടെ അമ്മയും അകത്തേക്ക് വന്ന് സുഭാഷിൻ്റെ മുൻപിൽ കേണപേക്ഷിച്ച് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാപ്പപേക്ഷിച്ച് ചെയ്ത തെറ്റുകൾക്കെല്ലാം മാപ്പ് തന്ന് എൻ്റെ മോളെ എൻ്റെ കൂടെ പറഞ്ഞു വിടണമെന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്നൊരു ഭാഗമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ സുഭാഷിൻ്റെ മുൻപിൽ വെച്ച് കരഞ്ഞതിന് ശേഷം സുഭാഷ് ചോദിക്കുകയാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയും, നീ കല്യാണത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിവാകണം, അവളെ എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി ഞങ്ങളുടെ കൂടെ പറഞ്ഞു വിടണമെന്ന് പറയുകയും അങ്ങനെ സുഭാഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സുഭാഷ് വെളിയിലേക്ക് നിശബ്ദനായി പോകുന്ന ഒരു ഭാഗമുണ്ട് കേട്ടോ. ഈ സമയത്ത് പെട്ടെന്ന് വെളിയിൽ എല്ലാവരും കാത്തു നിൽക്കുകയാണ്. സുധീഷും ഹരീഷും നികേഷും ഭാസ്കരനും നിധിയും ഒക്കെ കാത്തിരിക്കുകയാണ്. അതുപോലെ സുനന്ദയെ കാത്തിരിക്കുകയാണ്. താലി ചാർത്തുന്ന സമയമായി. അങ്ങനെ വെളിയിലേക്ക് വന്ന സുഭാഷിൻ്റെ മുഖത്തിനെന്തോ ഭാവവ്യത്യാസം ഉണ്ട് എന്ന് നിധിക്ക് മനസ്സിലാകുകയും അതുപോലെ സുധീഷിന് മനസ്സിലാകുകയും ചെയ്തപ്പോൾ, എന്താണ് ചേട്ടാ, എന്താണ് അവർ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ലടാ എന്ന് പറയുകയും, അപ്പം ഭാസ്കരൻ പറയുക, എന്നാൽ താലി കെട്ട അവളുടെ കഴുത്തിൽ നിന്ന് പറയുക. ഈ സമയത്ത് പെട്ടെന്ന് നിധിയുടെ അച്ഛനും അമ്മയും
സുഭാഷിൻ്റെ പുറകെ ഇറങ്ങി വരികയും എൻ്റെ മോളെ പറഞ്ഞു വിടറ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് കൈകൂപ്പി കാണിക്കുന്ന ഭാഗങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിലുണ്ട്. അതിനുശേഷം കാണുന്നത് സുഭാഷ് തൻ്റെ കയ്യിലിരുന്ന താലി വീണ്ടും നിവർത്തി സുനന്ദയുടെ കഴുത്തിലേക്ക് താലി ചാർത്തുവാൻ തുടങ്ങി കേട്ടോ. ഈ സമയത്ത് തകർന്നു പോയി നിൽക്കുന്ന സുനന്ദയുടെ അച്ഛനെ അമ്മയും കാണാം. അവർക്കിനി പ്രതികരിക്കാൻ കഴിയാത്തില്ലാത്ത അവസ്ഥയാണ്. കാരണം എന്ത് ചെയ്താലും സുനന്ദ വരില്ല എന്ന് ഉറപ്പിച്ച സ്ഥിതിക്ക് ഇനി സുഭാഷിൻ്റെ കയ്യിൽ മാത്രമേ എന്തെങ്കിലും പ്രതിവിധിയുള്ളൂ എന്ന് മനസ്സിലാക്കി നിശബ്ദമായി ചങ്ക് തകർന്നു നിൽക്കുന്ന സുനന്ദയുടെ അച്ഛനെ അമ്മയും കാണാം. ഈ നിമിഷത്തിൽ പെട്ടെന്ന് വീണ്ടും താലി ചാർത്തുവാൻ തുടങ്ങിയപ്പോൾ സുനന്ദ വീണ്ടും ഒന്ന് സന്തോഷിക്കുന്നുണ്ട് കേട്ടോ. ഒടുവിൽ സുഭാഷ് ആ താലി കഴുത്തിൽ കെട്ടാൻ ചെല്ലുന്ന സമയത്ത് വേഗത്തിൽ ആ താലി പിൻവലിക്കുകയും വലിച്ചിട്ട് പറയാണ്, ഈ കല്യാണം സുനന്ദേ, ഈ കല്യാണം നടക്കില്ല, നമുക്ക് ഈ കല്യാണം പറ്റില്ല, നമുക്ക് ഒരിക്കലും നമ്മുടെ ഈ ജീവിതത്തിൽ നമുക്ക് ഒന്നിച്ച് ജീവിക്കുവാൻ പറ്റില്ല എന്ന് പറയാം. അപ്പോൾ എല്ലാവരും ഞെട്ടുകോട്ടോ. ഈ സമയത്ത് സുനന്ദയുടെ അച്ഛൻ്റെ അമ്മയുടെ മനസ്സ് അല്പം സന്തോഷിക്കുന്നത് കാണാം. എന്നിട്ട് ചോദിക്കും, അപ്പം സുധീഷ് ചോദിക്കാൻ, ചേട്ടൻ എന്താണ് ഈ പറയുന്നത്? അവർ പറഞ്ഞ നാടകമൊന്നും കാണിക്കാതെ, അവർ പറഞ്ഞ വാക്കുകളൊന്നും കേൾക്കാതെ സുനന്ദയുടെ കഴുത്തിൽ താലി കെട്ടാൻ പറയാം. അപ്പോൾ സുഭാഷ് പറയാം, സുധീഷെ നീ മിണ്ടാതിരിക്കുക, ഞാൻ പറയാമെന്ന് പറയാണ്. എന്നിട്ട് സുഭാഷ് പറയാം, സുനന്ദയോടായിട്ട് പറയാം, സുനന്ദേ, ഈ വിവാഹം നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ യോഗമില്ലെന്ന് കൂട്ടിയാൽ മതി. ഞാൻ നിന്റെ കഴുത്തിൽ ഇപ്പോൾ താലി ചാർത്തിയാൽ നിനക്ക് വേണ്ടി ഇത്രയും ആഡംബരമായിട്ടൊരു വിവാഹം നടത്തുവാൻ നാളെ കല്യാണ മണ്ഡപത്തിൽ നീ ഇല്ലാതെ വരുമ്പോൾ നിന്റെ അച്ഛൻ്റെ അമ്മയുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നീ ചിന്തിച്ചിരുന്നോ? അവരുടെ സന്തോഷം കളഞ്ഞിട്ട്, അവരുടെ മനസ്സമാധാനം കളഞ്ഞിട്ട്, അവർ ഈ സമൂഹത്തിൽ നാണം കെട്ടതിന് ശേഷം നമുക്ക് ഒരുമിച്ച് ജീവിച്ചിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ സുനന്ദയെന്ന് ചോദിക്കുകയാണ്. അതിനോടൊപ്പം ചോദിക്കുന്നുണ്ട്, നാളെ അവർക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നീ ഇത് താങ്ങുമോ സുനന്ദ എന്ന് ചോദിക്കുക. അപ്പോൾ സുനന്ദ പറയാണ്, അതില്ല സുഭാഷ് ചേട്ടാ, എൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്കത് താങ്ങാൻ കഴിയില്ല എന്ന് പറയാണ്. അപ്പോൾ സുഭാഷ് പറയാണ്, അങ്ങനെയെങ്കിൽ നീ ഇപ്പോൾ തന്നെ അവരോടൊപ്പം പോകണം, അവർ പറയുന്ന അനുസരിക്കണം, അവർ നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് എല്ലാം ചെയ്യുന്നത് എന്ന് പറയാട്ടോ. അപ്പോൾ ഈ ബാക്കിയുള്ള സുഭാഷിന് അനിയന്മാർക്കും നിധിക്കും അതുപോലെ ഭാസ്കറിനൊക്കെ അതിശയം തോന്നുക ഈ സുഭാഷിൻ്റെ ഈ സംസാരം കേട്ടപ്പം. അപ്പോൾ സുഭാഷ് ഏട്ടാ, ആവശ്യമില്ലാത്ത കാര്യം പറയില്ല, ഇത് വലിയൊരു അവസരമാണ്, സുനന്ദനെ സ്വന്തമാക്കാൻ നല്ലൊരു അവസരമാണ്, ഇപ്പോൾ താലി കെട്ടിയാൽ ഇത് നടക്കും, അല്ലെങ്കിൽ സുഭാഷ് ഏട്ടൻ ദുഃഖിക്കേണ്ടി വരുമെന്ന് പറയാണ്. എന്നാൽ സുഭാഷ് അതൊന്നും ശ്രദ്ധിക്കാതെ സുനന്ദയെ ഉപദേശിക്കുകയും അങ്ങനെ സുനന്ദയെ തൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ പറഞ്ഞു വിടുകയും ചെയ്യുന്നൊരു ഭാഗം നമുക്ക് നാളത്തെ എപ്പിസോഡിലുണ്ട് കേട്ടോ. അങ്ങനെ നിറകണ്ണുകളുമായി സുനന്ദ ആ പടിയിറങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഏറെ പ്രതീക്ഷയോടു കൂടിയാണ് സുനന്ദ വന്നതെങ്കിലും സുഭാഷിൻ്റെ ആ ത്യാഗത്തിന് മുൻപിൽ സുനന്ദയ്ക്ക് ഒന്നും ചെയ്യുവാൻ കഴിയാതെ വരികയും താൻ ഇനി അവിടെ നിന്ന് വില പേശിയിട്ട് കാര്യമില്ല, സുഭാഷ് ഏട്ടൻ ഒരു കാര്യം തീരുമാനിച്ചതാണ് എന്ന് മനസ്സിലാക്കുകയും ഏറെ വേദനയോടുകൂടി അവരുടെ ജീവിതം, അല്ലെങ്കിൽ അവർ ഇതുവരെയും ജീവിച്ച ജീവിതം മാറ്റിയെടുക്കുവാനും തൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും വാക്ക് കേട്ട് അവരെന്ത് പറയുന്നോ അതനുസരിച്ച് ഇനി ജീവിതം മുൻപോട്ട് പോകുള്ളൂ എന്ന് ചിന്തിച്ച് കരഞ്ഞുകൊണ്ട് സുനന്ദ ആ പടിയിറങ്ങുകയും ചെയ്യുന്നൊരു ഭാഗമൊക്കെ ആയിരിക്കും നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. വീണ്ടും അടുത്ത ദിവസത്തെ എപ്പിസോഡുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.